കെ.ആർ. പ്രദീപ് കുമാർ, പിറവം നഗരസഭാ ചെയർമാൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ പ്രദീപ് കുമാർ, ഇത് അപകടാവസ്ഥയിലായിരുന്നു എന്ന കാര്യം നേരത്തെ തന്നെ ശ്രദ്ധയിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഭാഗ്യത്തിന് രാവിലെ തന്നെ അവിടെ ആളുകൾ എത്തുന്നതാണ്. മാത്രവുമല്ല, കുറച്ചുകൂടി മുമ്പായിരുന്നെങ്കിലും അവിടെ അപകടാവസ്ഥയിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ രാവിലെ ഈ നടപ്പുകാർ ഒരുപാട് ഉള്ള ഒരു സ്ഥലമാണ് അവിടെ. കാരണം വാക്ക് വേ ഇങ്ങനെ ഏകദേശം ഒരു 500 മീറ്റർ നീളത്തിൽ ഇങ്ങനെ പണിതിട്ടിരിക്കുന്നത് കൊണ്ട് രാവിലെ അവിടെ ഇങ്ങനെ ആളുകൾ നടക്കുന്നത് സ്ഥിരമാണ്. രാവിലെയും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരുപാട് സന്ദർശകരുണ്ടാകും. അവിടെ നിറഞ്ഞ് തിങ്ങിയാണ് ആൾ നിൽക്കുന്നത്. എന്തോ ഭയങ്കര ഭാഗ്യം കൊണ്ടാണ് ഇപ്പോൾ ആളാരും ഇല്ലാത്ത ഒരു സമയത്ത് ഇത് ഇടിഞ്ഞത്. എന്തായാലും ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഏറ്റവും താഴെ ഭാഗത്തു നിന്നുള്ള ഇതിന്റെ ശരിയായ അടിത്തറ അത്ര നല്ലതായിരുന്നു എന്ന് പണ്ട് ഇത് നിർമ്മിച്ച കാലം മുതലേ തന്നെ ആളുകൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു. കാരണം പഴയ ഒരു കെട്ടിന്റെ മുകളിൽ നിന്നും ആവശ്യത്തിനുള്ള അസ്ഥിവാരം ഇല്ലാതെയാണ് ഇതിന്റെ മുകളിലേക്ക് കെട്ടിയത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. മാത്രവുമല്ല, ഇത് പണി തീർന്നതിന് ശേഷം ഈ അടുത്ത കാലത്ത് ഒരു 1.5-2 വർഷങ്ങൾക്ക് മുമ്പ് ഈ തകർന്ന ഭാഗത്തിന് തൊട്ടടുത്തുകൂടി റോഡിന്റെ സൈഡിലൂടെ ഒരു ഓട നിർമ്മിച്ചു. അതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു ട്രഞ്ച് എടുത്തു. ആ ട്രഞ്ചിൽ സൈഡിൽ അശാസ്ത്രീയമായ രീതിയിലായിരുന്നു ഓട നിർമ്മാണമെന്നാണ് ഈ എല്ലാവരും പറയുന്നത്. കാരണം മറു സൈഡിലേക്ക് വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ലോപ്പ് കൊടുക്കുന്നതിന് പകരം ഈ കെട്ടിന്റെ സൈഡിൽ കൂടി തന്നെ ഓടയുണ്ടാക്കി അവിടെ വെള്ളം താഴത്തേക്ക് വന്ന് കെട്ടിന് ബലക്ഷയം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലായിരുന്നു. ഇത് നഗരസഭയിൽ അന്നത്തെ പ്രതിപക്ഷമൊക്കെ ഇതിനെക്കുറിച്ച് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിർമ്മിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയെങ്കിൽ പോലും അത് ധൃതി പിടിച്ചത് അങ്ങനെ നടത്തുകയാണ് ഉണ്ടായത്. എന്തായാലും ഇതെന്തുകൊണ്ടാണ് ഇത് പൂർണ്ണമായിട്ടും ഇടിഞ്ഞ് അപകടാവസ്ഥയിലായത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വിദഗ്ധ സംഘം ഈ പ്രസ്തുത സ്ഥലം സന്ദർശിച്ച് തെളിവ് എടുക്കേണ്ടിയിരിക്കുന്നു. അതിനെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കളക്ടർ ആർഡിഒയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആർഡിഒയും മേജർ ഇറിഗേഷന്റെ ഉന്നത ഉദ്യോഗസ്ഥരും വന്നതിന് ശേഷം മാത്രമേ കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും അതുവഴിയുള്ള ഗതാഗതം എന്തായാലും നമ്മൾ പൂർണ്ണമായിട്ട് നിരോധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സന്ദർശകരെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെല്ലുന്നത് വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇനിയും കെട്ടുകൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിന്റെ അകത്തൊരു വലിയ വിള്ളൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഓടയുണ്ടാക്കിയതിന്റെ ഒരു പ്രശ്നമുണ്ട്. ആ ഓടയുണ്ടാക്കിയതിന്റെ അകത്തുകൂടി ട്രഞ്ച് എടുത്തതിന്റെ അവിടെ മണ്ണ് ഇരുന്നു പോയതിന്റെ ഒരു വിള്ളല് പുറത്തു നിന്ന് നോക്കിയാൽ കാണും. മാത്രമല്ല, ഈ വാക്ക് വേയുടെ അവസാന ഘട്ടത്തിലെ ഉള്ള പണികളിൽ ആവശ്യത്തിനുള്ള കമ്പികൾ ഇല്ലാതെയാണ് അതിന്റെ ബെൽറ്റ് വാർത്തത് എന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇത്രയും വലിയ ഒരു പുഴയുടെ സൈഡിലുള്ള ഒരു കെട്ട് നിർമ്മിക്കുമ്പോൾ അതിന് ആവശ്യമായ kg ഉള്ള കമ്പികളൊന്നും അതിനകത്ത് ഇട്ടിട്ടില്ല എന്നാണ് പ്രഥമദൃഷ്ട്യാ നോക്കുമ്പോൾ കാണാവുന്നത്. അതായത് ആ പൊളിഞ്ഞ ഭാഗത്തിന്റെ ആ പൊളിഞ്ഞ അവശിഷ്ടങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണല്ലേ, അവിടെ വേണ്ടത്ര കോൺക്രീറ്റോ കമ്പിയോ ഒന്നില്ല എന്നുള്ളത്. ഒന്നുമില്ല. ഇത്രയും വലിയ, പ്രത്യേകിച്ചും പുഴയുടെ സൈഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബലമായിട്ട് കെട്ടേണ്ടതാണ്. കാരണം പുഴ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നല്ല ഒഴുക്കുള്ള ഒരു പുഴയാണ് മൂവാറ്റുപുഴയാറ്. മാത്രവുമല്ല, ഈ പറയുന്ന കെട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഭാഗത്ത് പുഴയ്ക്ക് ഒരു വളവുണ്ട്. അപ്പൊ ഈ വെള്ളം വന്ന് അടിക്കുന്നത് ഈ കെട്ടിന്റെ സൈഡിലാണ്. അതുപോലെ തന്നെ എല്ലാ വർഷവും കൃത്യമായിട്ട് തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ച 1-2 ആഴ്ച മുമ്പ് ഈ പാർക്കും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള പാടത്തും ഈ പുഴയും പാർക്കും വെള്ളം കയറി ഒറ്റ നിരപ്പായിട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ 2-3 ദിവസത്തോളം അങ്ങനെ കിടന്നു. അപ്പൊ എല്ലാ വർഷവും കൃത്യമായിട്ട് വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ പാർക്ക്. മാത്രവുമല്ല, ഈ പാർക്കിന്റെ ഒരു ഭാഗത്ത് ഒരു വിള്ളലുണ്ടായിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ നഗരസഭ ചെന്ന് കണ്ട് അഭ്യർത്ഥിച്ചതിന്റെ പ്രകാരം ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിച്ച് ഈ തകർന്നുപോയ ഈ പാർക്കിന്റെ സൈഡിലെ കെട്ടിന്റെ വിള്ളല് മാറ്റി ബലപ്പെടുത്തുന്നതിനുള്ള ഒരു വർക്കും നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്ത് തന്നിരുന്നു. ആ വർക്ക് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് ചെയ്ത വർക്ക് അതിന്റെ കരാറുകാരൻ എഗ്രിമെന്റ് ഒപ്പുവെച്ചിരുന്നു. ആ വർക്ക് തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായിട്ടാണ് ഇപ്പോൾ ഇങ്ങേ സൈഡിൽ ഇത് ഇടിയാനായിട്ട് ഉണ്ടായത്. അതാണ് സാഹചര്യം. എന്തായാലും വളരെ നന്ദി പ്രതികരിച്ച നഗരസഭാ ചെയർമാൻ. ഗുരുതരമായ സാഹചര്യമാണ്. മൂവാറ്റുപുഴയാറിൽ വലിയ ആളുകൾ, പ്രത്യേകിച്ചും പിറവം നഗരസഭയുടെ മേഖലകൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ്. നമുക്കറിയാം, എല്ലാ പുഴയുടെ തീരങ്ങളിലും ഇപ്പോൾ വാക്ക് വേ പോലെ അല്ലെങ്കിൽ പാർക്കുകൾ, ചിൽഡ്രൻസ് പാർക്ക് പോലെ ആളുകൾക്ക് ഇരിക്കാൻ, വൈകുന്നേരങ്ങൾ ചെലവഴിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ അത് സംസ്ഥാനത്ത് ഒട്ടുമിക്ക പുഴകളുടെ തീരങ്ങളിൽ അങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. പക്ഷേ അവിടെ കെട്ട് ദുർബലാവസ്ഥയിലായിരുന്നു. നേരത്തെ തന്നെ ഈ അപകടാവസ്ഥ ബോധ്യമുണ്ടായിരുന്നു എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. അതിനുമപ്പുറം ഈ നിർമ്മാണത്തിൽ ചില പിഴവുകളുണ്ട്, ചില അഴിമതി ആക്ഷേപങ്ങൾ പോലും ഉന്നയിക്കപ്പെട്ടേക്കാം എന്നതാണ് അദ്ദേഹം പിറവം നഗരസഭാ ചെയർമാൻ്റെ വാക്കുകളിലുള്ളത്. കെട്ടിടം നിർമ്മാണത്തിന് വേണ്ടത്ര
ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്ന പ്രശ്നം കൂടി ഉണ്ടാകുന്നുണ്ട്. എന്തായാലും വലിയ അപകടമാണ്. വൈകുന്നേരങ്ങളിൽ വല്ലതായിരുന്നെങ്കിൽ എത്രയോ പേരാണ് അവിടെ ഉണ്ടായതിനെ. അവരെല്ലാവരും വൻ അപകടത്തിൽപ്പെടാവുന്ന സാഹചര്യമായിരുന്നു. വലിയ ദൂരത്തിലാണ് ഇപ്പോൾ ഒരു കെട്ട് പൂർണ്ണമായി തന്നെ ഇടിഞ്ഞു വീണ സാഹചര്യം ഉണ്ടാകുന്നത്. പ്രളയമൊക്കെ പലപ്പോഴും ഉണ്ടായി ഗുരുതര പ്രതിസന്ധി ഉണ്ടായ സ്ഥലത്തു കൂടിയാണ് ഈ അപകടമുണ്ടായത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.